Hey guys, Nesrin here and welcome to my YouTube channel Crafty Venge Diaries. ഈ ചാനലിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കൊച്ചു കൊച്ചു ക്രാഫ്റ്റ് വർക്കുകളും അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറീസുമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒട്ടുമിക്ക ആൾക്കാരെ പോലെ ഞാനും എൻ്റെ ക്രാഫ്റ്റ് ജേർണി തുടങ്ങിയത് കൊറോണ സമയത്തായിരുന്നേ. ഇൻസ്റ്റഗ്രാമിൽ ഈ വർഷങ്ങളായിട്ട് ആക്റ്റീവ് ആണെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനിയും എപ്പോഴാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നാൽ ആ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ആ ഒരു ബോധ്യം വന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് കണ്ണൂരേക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നേ. ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ആനിവേഴ്സറി ഗിഫ്റ്റാണ്. അത്യാവശ്യം കുറേ സാധനങ്ങളുള്ളതുകൊണ്ട് ഒരു വലിയ ബോക്സാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ട പോലെ ഇതൊക്കെ ഇതിൽ വെക്കാനുള്ളതാണ്. ആൾ എന്നോട് പറഞ്ഞ റിക്വയർമെന്റ് കിൻഡർ ബ്യൂണോ ചോക്ലേറ്റ് വേണമെന്നുള്ളതും ഒരു വാച്ച് വേണമെന്നുള്ളതുമാണ്. ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഞാനൊരു വാച്ച് ആമസോണിൽ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. വാച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിരുന്നു. ഒരു ഡാമേജോ ഒന്നും കണ്ടിട്ടില്ല. അതേപോലെ ഞാൻ ഓർഡർ ചെയ്ത് രണ്ടാമത്തെ ദിവസം തന്നെ എനിക്ക് വീട്ടിൽ ഡെലിവറി ആവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കംപ്ലീറ്റ്ലി കസ്റ്റമൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി മുന്നേ വാങ്ങി വെച്ചിട്ടുള്ള പരിപാടികളൊന്നുമില്ല. കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അപ്പം പോയി വാങ്ങിക്കുക ചെയ്യാറ്. അതേപോലെ ബെല്ലാവിറ്റയുടെ ഒരു പെർഫ്യൂമും വാങ്ങിച്ചു. പിന്നെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു മിനി ജ്വല്ലറി ബോക്സ്, പിന്നെ കുറച്ച് ജ്വല്ലറീസും കൂടിയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അത്യാവശ്യം വലിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തെർമോക്കോൾ വെച്ച് അടിയിലത്തെ ഭാഗം ഫില്ലാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം കസ്റ്റമേഴ്സ് പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഷോ ചെയ്യണം. അപ്പം നമുക്ക് ജസ്റ്റ് അടിയിൽ വെക്കുന്നതിനേക്കാളും ബെറ്റർ മുകളിൽ കാണിക്കുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് തെർമോക്കോൾ നമ്മൾ അടിയിൽ ഫില്ല് ചെയ്യുന്നത്. ഈ തെർമോക്കോൾ കൊണ്ട് കളിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക്കുള്ള പരിപാടിയാണ്. ക്ലീൻ ആക്കാൻ ഭയങ്കര പാടാണ്. നമ്മുടെ തന്നെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ജ്വല്ലറി പീസസുകൾ ഉണ്ടായിരുന്നു. അതിൽ ആ വരുന്ന സ്റ്റോക്കിൽ 3 പീസസുകളാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു റിങ്ങും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്തത് 2019 അന്ന് മുതൽ 2022 വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അതിനുശേഷം 2022 എനിക്കൊരു മക്കളുണ്ടായി. ആളുണ്ടായതിന് ശേഷം എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇതിൽ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എൻ്റെ സ്റ്റഡീസിൻ്റെ ഇടയിലും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇടയ്ക്ക് പേജ് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകും. ചിലപ്പം ഡിലേ ആവും പോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഇപ്പം അത് അതേപോലെ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു പോകുന്നു. ആദ്യത്തെ ആ ഒരു റീച്ച് എൻ്റെ പേജിന് ഇപ്പം എന്തായാലും കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ വളരെയേറെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രാഫ്റ്റിംഗ് ബിസിനസ് തുടങ്ങുന്ന ഒട്ടുമിക്ക ബിഗിനേഴ്സിനും എൻ്റെ ഈ പേജ് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ ഓരോ ഐറ്റംസും നമുക്ക് റാപ്പ് ചെയ്യാം. റാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബൊക്കെ ഷീറ്റുകൾ തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും. ഇനി അതല്ല നിങ്ങളുടെ കയ്യിലുള്ളത് നോർമൽ ഷീറ്റുകളാണെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ക്രാഫ്റ്റ് ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്. ഇവിടെ കിട്ടാത്തതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് കുറേ പേജുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോഴും എന്തായാലും റേറ്റ് എന്തായാലും വാരി ചെയ്യും. ഓൺലൈനായിട്ട് നമ്മൾ അയപ്പിക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജൊക്കെ എക്സ്ട്രാ എന്തായാലും കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ക്രാഫ്റ്റേഴ്സിൻ്റെ അടുത്തും ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ചില കസ്റ്റമേഴ്സ് വരാറുണ്ട്, ഈ ഒരു പേജിൽ ഇത്ര റേറ്റേ കാണുന്നുള്ളല്ലോ, നിങ്ങളെ പേജിൽ എന്താ ഇത്ര കൂടുതൽ റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കങ്ങനെ കുറേ ആൾക്കാരൊന്നും വന്നിട്ടില്ല, 1-2 വന്നെങ്കിലായി. അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സിൻ്റെയും കാര്യം. ചില സ്ഥലത്ത് ഒരു റേറ്റ് ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് എന്തായാലും റേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ. ഇതിൽ പെർഫ്യൂം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ റാപ്പ് ചെയ്തു. എന്നിട്ട് കിൻഡർ ബ്യൂണോ സൈഡിൽ സെറ്റാക്കി വെക്കുകയും ചെയ്തു. പിന്നുള്ളത് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആണ്. എനിക്ക് ഡിസൈൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണിത്. നമ്മൾ 2-3 ഫ്ലവേഴ്സിൻ്റെ ബഞ്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആവാൻ ഗോൾഡൻ ബോൾസ് ഇടയ്ക്കിടയ്ക്ക് വെച്ചു.
അങ്ങനെ ഏകദേശം ഈ വർക്ക് കംപ്ലീറ്റ് ആവാറായി. ഇനി നമുക്ക് റാപ്പ് ചെയ്ത ബോക്സിന്റെ മുകളിലൊക്കെ റിബൺ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതൊരു ടൈപ്പ് ഗ്ലിറ്റേർഡ് സാറ്റിൻ റിബൺ ആണ്. റിബൺ സെറ്റ് ചെയ്തിട്ട് ഓരോ ബോക്സിന്റെ മുകളിലും ഗ്ലൂ ഗൺ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നുകൂടെ കാണാൻ നല്ല ഷോ ഉണ്ടാവും. സോ ഫൈനലി ഇവിടെ എല്ലാ റിബണും സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ടാഗ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞാൻ ആനിവേഴ്സറി വിഷസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടാഗ്സ് ആഡ് ചെയ്തത്. അറ്റ് ലാസ്റ്റ് നമുക്ക് അക്രൈലിക് ടോപ്പർ കൂടെ ഇതിൽ സ്റ്റിക്ക് ചെയ്യാം. ഈ അക്രൈലിക് ടോപ്പേഴ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിനും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഫൈനലി നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.